ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഭയം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന പേടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ അഭിപ്രായത്തെ പേടിക്കാത്ത ആ നിമിഷം നിങ്ങളൊരു സിംഹമായി മാറുകയാണ്. നിങ്ങളൊരു ആടിനെ പോലെയല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഗർജനം ഉയരുന്നു. പൊതുവെ ആടുകളുടെ സ്വഭാവം എന്താണ്? അവർക്ക് സ്വാതന്ത്ര്യമില്ല. അവർ ഭയത്തോടെയും കൺഫ്യൂഷനോടെയുമാണ് ജീവിക്കുന്നത്. ആടുകൾ ഒന്നിനെയും മുന്നിൽ നിന്ന് നയിക്കുന്നില്ല. അവർ പരസ്പരം പിറകെ പോവുകയാണ്. അവരുടെ സ്വഭാവം അങ്ങനെയാണ്. എന്നാൽ ഒരു സിംഹം ഒന്നിൻ്റെയും പിറകെ പോവില്ല. ജീവിതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം അവരുടെ കയ്യിൽ തന്നെയാണ്. എങ്ങോട്ട് പോകണമെന്ന് സിംഹങ്ങൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. സിംഹം കാടിൻ്റെ രാജാവാണ്. എന്നാൽ ഏറ്റവും വേഗതയേറിയ ജീവി അത് ചീറ്റപ്പുലിയാണ്, സിംഹമല്ല. ഏറ്റവും ശക്തിയുള്ള ജീവി ആനയാണ്, സിംഹമല്ല. ഏറ്റവും ഉയരം കൂടിയ ജീവി ജിറാഫാണ്, ആനയല്ല. ഏറ്റവും കൗശലമുള്ള ജീവി അത് കുറുക്കനാണ്, സിംഹമല്ല. എന്നിട്ടും എന്തുകൊണ്ട് സിംഹം കാട്ടിലെ രാജാവായി? ആറ്റിറ്റ്യൂഡ് സിംഹത്തിൻ്റെ മനോഭാവമാണ്. സിംഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴുമുള്ള ചിന്ത, ഞാനാണ് ഈ കാട്ടിലെ ഏറ്റവും വലിയ ശക്തൻ എന്ന ആ ഒരു ചിന്തയാണ് സിംഹത്തെ രാജാവാക്കുന്നത്. സിംഹത്തിൻ്റെ മെൻറ്റാലിറ്റിയാണ് സിംഹത്തെ രാജാവാക്കുന്നത്. എന്താണ് സിംഹത്തിൻ്റെ മെൻറ്റാലിറ്റി? ഒന്ന്, സിംഹം ഒന്നിനെയും പേടിക്കാറില്ല, ഒന്നിനും കീഴടങ്ങാറില്ല, തോൽവി സമ്മതിക്കുകയില്ല. എത്ര ശത്രുക്കൾ വന്നാലും അവർ എത്ര ശക്തനാണെങ്കിലും കടിച്ച് കുടഞ്ഞിടും. അതാണ് സിംഹത്തിൻ്റെ സ്വഭാവം. ഒരാളുടെ മുമ്പിലും തോൽവി സമ്മതിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായേക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായേക്കാം, നിരാശരായി, ഏകാന്തതയിലായി, പരിഹാസങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുകയായിരിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളെ സഹായിക്കുന്നില്ല എന്നൊക്കെ തോന്നിയേക്കാം. ഭയപ്പെടരുത്, വിട്ടുകൊടുക്കരുത്, വഴങ്ങരുത്, ഉപേക്ഷിക്കരുത്. നിർഭയരായിരിക്കുക. നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി മരണം വരെ പോരാടുക. ചിലപ്പോൾ വർഷങ്ങളായി നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടായിരിക്കും, ഫലമൊന്നും കാണുന്നില്ല. നിങ്ങൾ സിംഹത്തെ പോലെ ധീരരായിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ വിജയിക്കും, അത് ഉറപ്പാണ്. അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. രണ്ടാമത്തെ പോയിൻ്റ്, സിംഹത്തിൻ്റെ മെൻറ്റാലിറ്റിയിൽ രണ്ടാമത്തെ പോയിൻ്റ് ഉറപ്പാണ്. സിംഹം ഒരിക്കലും വേട്ടക്കിറങ്ങിയ ശേഷം രണ്ടാമതൊന്നും ചിന്തിക്കാറില്ല, പിന്തിരിഞ്ഞു നോക്കാറില്ല, സംശയം മനസ്സോടെ അത് ഒന്നും ചെയ്യാറില്ല. അതിൻ്റെ തീരുമാനം ഉറപ്പുള്ളതാണ്. പിന്നീട് അതിൻ്റെ കണ്ണിലുള്ളത് ഇര മാത്രമാണ്. ആ ഇരയെ പിടിക്കുക തന്നെ. അതിന് ചുറ്റുപാടുള്ള ഒരു വിഷയവും അതിനെ ബാധിക്കില്ല. അതിൻ്റെ ലക്ഷ്യം ആ ഇരയെ പിടിക്കുകയാണ്. അതിനുവേണ്ടി ഏതു പ്രതിസന്ധിയും അവിടെ സിംഹം വകഞ്ഞു മാറ്റുകയാണ്. സിംഹത്തിൻ്റെ ഈ കോൺഫിഡൻസോട് ഉറപ്പോടെയും നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം വിജയം ഉറപ്പാണ്. നിങ്ങളിൽ തന്നെ നിങ്ങൾ വിശ്വസിച്ച് മുന്നേറണം. സംശയത്തോടെ മുന്നേറിയ ലക്ഷ്യത്തിലെത്തൂല. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മികച്ചത് ഏതാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഓരോ നിമിഷവും ഏതു വഴിയാണോ സഞ്ചരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നിങ്ങളുടെ തീരുമാനം നിങ്ങളെടുക്കുക. അത് ഉറച്ച തീരുമാനമായിരിക്കണം. പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകരുത്.
മൂന്നാമത്തെ പോയിൻ്റ്, സിംഹത്തിൻ്റെ മെൻറ്റാലിറ്റിയിലുള്ള മൂന്നാമത്തെ പോയിൻ്റ്, ഫ്രീഡം. സിംഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീഡത്തിന് വേണ്ടി മരിക്കാൻ വരെ റെഡിയാണ്. അതിൻ്റെ സ്വഭാവം തന്നെ അത് കാണിക്കുന്നുണ്ട്. ശരിക്കും ഈ ഭൂമിയിൽ ഫ്രീഡത്തേക്കാൾ വിലയേറിയ ഒന്നുമില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ഫ്രീഡം നഷ്ടപ്പെടണം. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രീഡത്തിനായി പോരാടേണ്ടി വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളാവാനുള്ള സ്വാതന്ത്ര്യം, നിങ്ങളുടെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അതെ, ഫ്രീഡത്തേക്കാൾ വിലയുള്ള ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ മുന്നേറുക. പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ ഗമിക്കുക. എന്നാൽ വിജയം ഉറപ്പാണ്.